അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ, മാതാപിതാക്കളെ, എൻ്റെ കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വഭാവമാണ് ക്ഷമ. നബി നമ്മെ പഠിപ്പിച്ചു, ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. കുടുംബത്തിലോ സമ്പത്തിലോ സന്താനങ്ങളിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളേണ്ടത് എല്ലാവർക്കും അത്യാവശ്യമാണ്. എന്തെങ്കിലും പ്രയാസം വന്നാൽ ഉടനെ ദേഷ്യപ്പെടാതെ, പരാതി പറയാതെ ക്ഷമ കാണിക്കുക. അത് മുത്തുനബിക്കും അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമയുടെ മല തന്നെയായിരുന്നു. അവിടുന്ന് ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചു. അവിടുത്തെ പ്രിയപ്പെട്ട ആൺമക്കളെല്ലാം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. നബിക്ക് ഒരു കുട പോലെയായിരുന്ന പ്രിയതമ ഭാര്യ ഖദീജ ബീവിയും സംരക്ഷകനായിരുന്ന മൂത്താപ്പ അബൂ ത്വാലിബ് നബിയുടെ 50-ാം വയസ്സിൽ മരണപ്പെട്ടു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊറുതികേട് കാണിച്ചില്ല. പകരം ക്ഷമ കൈകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ വന്നാലും ആത്മഹത്യ ചെയ്ത് ജീവൻ കളയാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പകരം പ്രയാസങ്ങളെ ക്ഷമ കൊണ്ട് നേരിട്ട് ജീവിതം ചിട്ടപ്പെടുത്തുക. അള്ളാഹു നമ്മെ എല്ലാവരെയും ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നബിയുടെ ശഫാഅത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.